നമ്മളപ്പോൾ പൂവിന്റെ കാര്യം അറിഞ്ഞു, തൃക്കാക്കര ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ കാര്യം ചോദിച്ചു. ഇനി നമുക്ക് പച്ചക്കറിയൊക്കെ വാങ്ങിക്കണ്ടേ? ഇന്നേ വാങ്ങിച്ച് അവിയലിനും സാമ്പാറിനും ഒക്കെ എല്ലാം വാങ്ങിച്ച് എല്ലാം റെഡിയാക്കി വെക്കണം. കാരണം നാളെ ഉത്രാടപ്പാച്ചിന് വലിയ തിരക്കായിരിക്കും. അപ്പോൾ ഇന്ന് തന്നെ ചീത്തയാകാത്ത സാധനങ്ങളൊക്കെ പലവ്യഞ്ജനങ്ങളും പച്ചക്കറിയും ഒക്കെ വാങ്ങിച്ചു വെക്കുന്നതായിരിക്കും അതിന്റെ ഒരു ബുദ്ധി എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ അഭിജിത്തിനോടൊന്ന് ചോദിക്കാം. അഭിജിത്ത്, പച്ചക്കറിയുടെ കാര്യം ചോദിക്കാൻ ഞാൻ മറന്നുപോയി. പച്ചക്കറിയുടെ ഒക്കെ വിലയൊക്കെ എങ്ങനെയാണ്? പ്രത്യേകിച്ചും വരവ് പച്ചക്കറിയൊക്കെ ഓണക്കാലം ആകുമ്പോഴേക്കും കുറച്ചൊന്ന് വില കൂട്ടി പിടിക്കാറുണ്ട് കച്ചവടക്കാർ. കാരണം എല്ലാവരും അവിയലിനും സാമ്പാറും ഓണത്തിന് വെക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട്. എങ്ങനെയുണ്ട് പച്ചക്കറി മാർക്കറ്റിലെ രാവിലത്തെ വില നിലവാരമൊക്കെ? സുജയ, വലിയ വിലയില്ല എന്നാണ് നമ്മൾ ഈ കച്ചവടക്കാരുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാനായി കഴിയുന്നത്. നമ്മൾ പാളയത്താണുള്ളത്. ഇപ്പോൾ ഇവിടെ ഈ പച്ചക്കറികളൊക്കെ ഇങ്ങനെ വന്ന് ഇറക്കുകയാണ്. ഇതിപ്പോൾ അല്പസമയം കൂടി കഴിഞ്ഞാൽ ഇതിവിടെ കച്ചവടം ആരംഭിക്കും. ആൾക്കാരൊക്കെ വന്നു തുടങ്ങും. വലിയ വിലയില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. അതായത് ആൾക്കാർക്ക് മുഴുവൻ വിഭവങ്ങളും കൂട്ടി സദ്യ, നല്ല കീശ കാലിയാകാതെ സദ്യ കഴിക്കാം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ചേട്ടാ, എങ്ങനെയായി റേറ്റ് ഒക്കെ എങ്ങനെയുണ്ട്? അതൊക്കെ അവിടെയാണ്. അതായത് വലിയ റേറ്റ് ഇല്ല എന്ന് ആൾക്കാർ പറയുന്നുണ്ട്, കച്ചവടക്കാർ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടില്ലാതെ കാര്യങ്ങൾ ഇത്തവണ ഓണം മുന്നോട്ട് പോകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചേട്ടാ, റേറ്റ് ഒക്കെ എങ്ങനെയാണ്? വില കുറവാണ്. വലിയ വിലയൊന്നുമില്ല. എങ്ങനെയാ ഈ തക്കാളിക്കും ഉള്ളിക്കൊക്കെ ഉള്ള റേറ്റ്? തക്കാളിയൊക്കെ വില കുറവാണ്. ഓണം എന്തായാലും കളറാവും, ഉഷാറാവും. ഗവൺമെന്റിന്റെ സപ്ലൈ ഉണ്ടല്ലോ, എല്ലാം കൂടി വന്നപ്പോ അടിപൊളി. പിന്നെ പെൻഷനുമായി, പിന്നെ കുഴപ്പമില്ല. മൊത്തത്തിൽ ഉഷാറാണ്. അപ്പൊ ഹാപ്പി ആണോ സുജയ? മൊത്തത്തിൽ അടിപൊളിയാണെന്നാണ് പുള്ളി പറയുന്നത്. ഇവിടെ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോയാൽ കാണാം, പാളയം മാർക്കറ്റ് സജീവമായി തുടങ്ങുന്നുണ്ട്. അല്പസമയം കൂടി കഴിഞ്ഞാൽ ആൾക്കാർ എത്തി തുടങ്ങും. ഇവിടെ ഇപ്പോൾ സാധനങ്ങൾ ഇത്തവണ ഉപ്പേരി വറുത്താലോ എന്ന് എനിക്കൊരു ആലോചനയുണ്ട്. കാരണം വെളിച്ചെണ്ണയുടെ വിലയൊക്കെ കുറഞ്ഞു. സപ്ലൈകോയിൽ ഇന്ന് നാളെയൊക്കെ ഓഫറും ഉണ്ട്. അപ്പോൾ 500 കടന്നപ്പോൾ ഒരു ടെൻഷൻ ആയിരുന്നു കടയിൽ നിന്ന് ഉപ്പേരി വാങ്ങിച്ച് അഡ്ജസ്റ്റ് ചെയ്യാതെ. പക്ഷേ ഇത്തവണ വറക്കാനായിട്ടുള്ള ഒരു മൂഡിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ ഏത്തക്കായുടെ വില എങ്ങനെയുണ്ട്? അതുകൂടി ഒന്ന് ചോദിക്കാം. ആരെങ്കിലും ഒക്കെ എന്നെ പോലെ വിചാരിക്കുന്നുണ്ടെങ്കിലോ ഇത്തവണ ഉപ്പേരി വറക്കാമെന്ന്? ഏത്തക്കായുടെ വില എത്രയാണെന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. ഇവിടെ നല്ല തിരക്കാണ് സുജയ. ഈ തിരക്കിനിടയിൽ വേണം നമ്മൾ അപ്പുറത്തേക്ക് കടക്കാൻ. ഏത്തക്കുല കണ്ടാൽ അറിയാലോ അല്ലേ? ഞാൻ അപ്പുറത്ത് ഏത്തക്കുല കണ്ടിട്ടാണ്. കുഴപ്പമില്ല ചേട്ടാ. ഏത്തക്കായ്ക്കൊക്കെ എങ്ങനെയാ വില? ഏത്തക്കായ്ക്കൊക്കെ ഇപ്പൊ മിതമായ വില തന്നെ ഉള്ളൂ. വളരെ ആളുകൾക്ക് വാങ്ങി ഉപയോഗിക്കാൻ പറ്റിയ വില തന്നെ ഉള്ളൂ. എങ്ങനെയാ റേറ്റ് ഒന്ന് പറയാമോ? റേറ്റ് 20-നും 30-നും ഒക്കെ ഇടയിൽ. വളരെ സൗമ്യമായ വിലയാണ്. നമുക്ക് തന്നെ ഇപ്പൊ വേണേ വാങ്ങി ഉപയോഗിക്കാവുന്നതാണ്. സുജയ, ഏതാണ്ട് 30 രൂപയ്ക്കൊക്കെ ഉള്ളിലുള്ളൂ എന്നാണ് പുള്ളി പറയുന്നത്. അപ്പോൾ നമുക്ക് കൂട്ടുകറി വെക്കാനും ഇപ്പോൾ വറുത്ത് ഉപയോഗിക്കാനൊക്കെ നമുക്ക് ഏത്തക്കായ് വന്ന് വാങ്ങാം. അതിനുള്ള വില മാത്രമേ ഉള്ളൂ എന്നാണ് പുള്ളി പറയുന്നത്. ഏതായാലും വലിയ കീശ കാലിയാകാതെ ഇത്തവണ നമുക്ക് ഓണം ആഘോഷിക്കാമെന്നാണ് ഇവിടെ എത്തുമ്പോൾ മനസ്സിലാവുന്നത്.